ഇസ്ലാമിന് സ്വലാത്ത് നബി തങ്ങൾ പഠിപ്പിച്ചു, മാന്യമായി കൃത്യമായി സ്വഹാബത്തിന് പഠിപ്പിച്ചു. ഇബ്രാഹിമി സ്വലാത്തുണ്ട്, വിവിധങ്ങളായ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽ താജു സ്വലാത്ത് വന്നിട്ടില്ല, സ്വലാത്തുൽ ഫാത്തിഹ് വന്നിട്ടില്ല, ആറ്റക്കോയ തങ്ങളുടെ വന്നിട്ടില്ല, നൂറെ ഹബീബ് വന്നിട്ടില്ല, കമാലിയ സ്വലാത്ത് വന്നിട്ടില്ല, സ്വലാത്ത് വാർഷികം വന്നിട്ടില്ല. സ്വലാത്തുണ്ട്, സ്വലാത്ത് പെട്ടിയില്ല. സ്വലാത്തുണ്ട്, സ്വലാത്ത് കച്ചവടമില്ല. സ്വലാത്തുണ്ട്, സ്വലാത്ത് പാർസലാക്കലില്ല. സ്വലാത്ത് കൊടിമരമില്ല, സ്വലാത്ത് പെട്ടിയില്ല, സ്വലാത്ത് ചോറില്ല. ഇത് പറയുമ്പോഴാണ് ജനങ്ങൾ പറയാ നിങ്ങൾക്ക് സ്വലാത്തില്ല. അതിന്റെ ആപത്ത് ഇപ്പൊ എന്താ? അതിന്റെ ആപത്ത് ഇന്ന് നമ്മുടെ നാടുകളിൽ സ്വലാത്ത് കൊണ്ട് മാത്രം ചൂഷണം ചെയ്യപ്പെട്ട 10,000-ങ്ങളുണ്ട്. എത്ര ആളുകളാണ് ഇരുന്നതിൻ്റെ പിന്നിലിരുന്ന് പണം ഇട്ട് കൊടുക്കാൻ തയ്യാറാണ്, സമയം കൊടുക്കാൻ തയ്യാറാണ്, എത്ര ദൂരം യാത്ര പോകാനും തയ്യാറാണ്. വീട്ടിലിരുന്നു കൊണ്ട് സ്വലാത്ത് ശരിയാവണ്ണ രൂപത്തിൽ ചൊല്ലിയാൽ ഒരു സ്വലാത്തിന് 10 നന്മയുണ്ട്. അതിന് എവിടെയും പോകേണ്ട ആവശ്യമില്ല. അത് എത്തിച്ചു കൊടുക്കാൻ മലായിക്കത്തുകളുണ്ട്. പിന്നെ എത്തിയും കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അത്ര കുട്ടികൾക്ക് മദ്രസ കൊടുക്കുന്നുണ്ട്, ഇത്ര കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ സ്വലാത്തുൽ ഫാത്തിഹയിൽ പങ്കെടുക്കണം. അങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കിയാൽ ഈ ദീന് പിന്നെ എന്തായി? സഹോദരങ്ങളെ, ഒരു സഹാബിന്റെ ചരിത്രം കാണാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒന്ന് തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഉടൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ഈ പറയുന്നത്? അദ്ദേഹം ഞാൻ ഹംദും സ്വലാത്തും കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തിരിച്ചു ചോദിക്കുകയാണ്, ഇങ്ങനെ നബി തങ്ങളുടെ കൽപ്പനയുണ്ടോ? ഇല്ല, ഞാൻ അങ്ങ് പറഞ്ഞതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, അൽഹംദുലില്ലാഹ് മതി, അതാണ് ഇസ്ലാമിലുള്ളത്, അതാണ് സുന്നത്തിലുള്ളത്.